ജെ.കെ. റിവേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സംഭവം അധ്യായം 1 എന്ന സിനിമയുടെ റിവ്യൂ ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്, പ്ലീസ്. ആദ്യമേ തന്നെ പറയാം, ഇതൊരു ത്രില്ലർ ജോണർ മൂവിയാണ്. ജിത്തു സതീശൻ മംഗലത്ത് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സംഭവം അധ്യായം 1. ഇത് എനിക്ക് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഇത് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. ഒരു വ്യത്യസ്ത സെറ്റപ്പൊക്കെ ഉണ്ട്. ഈ പടം ഒരു വ്യത്യസ്ത സെറ്റപ്പിലൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതായത് ടൈം ലൂപ്പ്, മിത്ത്, മിസ്റ്ററി, ത്രില്ലർ, ഫാൻറ്റസി തുടങ്ങിയ ഒരുപാട് ജോണറുകൾ ചേർന്നിട്ടുള്ള ഒരു ഹോൾസെയിം പടമാണ്. ഈ സിനിമ സഞ്ചരിക്കുന്നത് ഒരു കാടിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു നിഗൂഢതയിലാണ്. അതായത് സിനിമ കണ്ടിരിക്കുമ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇന്നതായിരിക്കും എന്നൊക്കെ നമ്മൾ ഗസ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ആയിരിക്കില്ല അടുത്ത് നടക്കുന്നത്. നമ്മുടെ ചിന്തകൾക്കും മുകളിലാണ് ഇതിലെ ട്വിസ്റ്റും ടേൺസും ഒക്കെ. പക്ഷേ ഒരിടത്തും നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാതെ കൊണ്ടുപോകാനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ത്രില്ലർ എന്ന നിലയിൽ ഇത്തരം ഒരു കോണ്ടന്റിന് ഇങ്ങനൊരു ഔട്ട്പുട്ട് വന്നതും അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇത് പ്രസൻറ്റ് ചെയ്തതും നന്നായിട്ടുണ്ട്. എന്താ പറയുക, ഒരു വലിയ സംഭവം ആയില്ലെങ്കിലും കൂടി ചിത്രം പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നുണ്ട്. ആസിഫ് അലിയുടെ അനിയൻ അസ്കർ അലിയാണ് സിനിമയിലെ നായകൻ. മോശമില്ലാതെ തന്നെ തൻ്റെ വേഷം അസ്കർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വിനീത് കുമാർ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അസിം ജമാലിൻ്റെ അഭിനയം അത് സൂപ്പറായിട്ടുണ്ട്. പിന്നെ സിദ്ധാർത്ഥ് ഭരത് ഉണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഗുഡ്വിൻ തോമസ് ആണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സിനിമയോട് ചേർന്ന് നിൽക്കുന്ന സംഗീതം തന്നെയായിരുന്നു. നവീൻ നാജോസ് ഒരുക്കിയ ഫ്രെയിംസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ആ കളർ ടോണും ആ ഒരു ഷോട്ട്സുകളൊക്കെ മേക്ക് ചെയ്തേക്കണത് സൂപ്പറായിട്ടുണ്ട്. അർജുൻ പ്രകാശാണ് എഡിറ്റർ. നല്ല കുഴപ്പമില്ലാത്ത എഡിറ്റിംഗ് ആയിരുന്നു. 2 മണിക്കൂറും 10 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. ആദ്യ പകുതി നല്ല പേസിൽ പോയിട്ടുണ്ടെങ്കിലും രണ്ടാം പകുതി കുറച്ച് സ്ലോ ആണ്. ഇങ്ങനെ ഒരു തീമാകുമ്പോൾ ആ ഒരു ഫേസ് എന്ന് പറയുന്നത് ജസ്റ്റിഫയബിൾ ആണ്. അതായത് സ്ഥിരം ത്രില്ലർ ഫോർമാറ്റിൽ നിന്നും മാറിയിട്ടാണ് ഈ ഒരു സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ഒരു കഥാപരിസരവും കാര്യങ്ങളൊക്കെ കറക്റ്റായാൽ ചിത്രം ഒരു മൂഡിലങ്ങോട്ട് ആസ്വദിക്കാൻ സാധിക്കും നമുക്ക്. പിന്നെ ഇതുപോലൊരു ജോണർ മലയാളത്തിൽ മുമ്പ് വന്നിട്ടുണ്ട്, എന്നാൽ ഇതൊരു ഡിഫറെൻ്റാണ്. ആ ഒരു ഡിഫറെൻ്റ് സ്റ്റൈലിലൊക്കെ തന്നെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. പലതിനും ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ കഥയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ കൂടി ഒരു കൗതുകം ഫാക്ടർ സിനിമയിലുടനീളം നിലനിർത്താൻ സംവിധായകനും തിരക്കഥാകൃത്തിനും സാധിച്ചിട്ടുണ്ട്. ആ ഒരു കൗതുകം നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അതായത് വ്യത്യസ്തമായ ത്രില്ലർ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സംഭവം അധ്യായം 1 ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ത്രില്ലർ ജോണർ, അതുപോലെ ഇങ്ങനെ എന്താ പറയുക, മിത്തൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഒരു സിനിമ 1 ടൈം വാച്ചബിൾ തന്നെയാണ്. മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു 1 ടൈം വാച്ചബിൾ മൂവിയാണ്. അപ്പോൾ ഇതിൽ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.